നിങ്ങൾക്ക് എത്ര കിട്ടി? എനിക്ക് ഭേദവാ, 3 കിട്ടി. എന്തെല്ലാം മോഹങ്ങളായിരുന്നു. കലിങ്കിന് 10. ആ റോഡുണ്ടല്ലോ, 20 ലക്ഷമായിരുന്നു കൊട്ടേഷൻ. പ്രതീക്ഷകളായിരുന്നു. ഒരു വീട് വെക്കണം, കാറ് ഓടിയില്ലാതെ പറ്റത്തില്ല. അതെനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ രണ്ടുപേരിൽ ഒരാളെന്നാ മതിയായിരുന്നല്ലേ. 5 ഓട്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് ആണം കേടായിരിക്കായിരുന്നു. നീ പഞ്ചായത്തിൽ നിന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കാന്ന്. നീ എനിക്ക് വോട്ട് ചെയ്തായിരുന്നു. അതാ 1. നിന്റെ 1 ഞാനാടെ. അപ്പൊ പിന്നെ 2 പേരാര്? നിങ്ങക്ക് വാലായിട്ട് തോനെ പേര് നടന്നതാ. എപ്പോഴും മന്തിയും തിന്നോ, അവന്മാർക്ക് തിന്നാലും മുഴുക്കത്തില്ലായിരുന്നു. അവന്മാര് മന്തി തിന്നു എന്നെ കുഴിച്ചിട്ടേത്. നിന്റെ കുടുംബത്തിലേക്ക് ആളുമാരൊന്നും തന്നില്ലായിരിക്കും. ചായയും വടയും മാത്രമോ? ഇപ്പൊ ബൺമസ്ക വരെ വാങ്ങിച്ചു കൊടുത്തു. ചേച്ചിക്കാണെങ്കിൽ ബൺമസ്ക തന്നെ വേണമായിരുന്നു. ഇറാനിയും ചായയും. പലിശക്കാരൊക്കെ വിളിച്ചു തുടങ്ങി. ഇത്രയും ദിവസം ആ പ്രശ്നമില്ലായിരുന്നു. നമ്മൾ എന്താണ്ട് ജയിക്കുമെന്ന് അവരും വിചാരിച്ചു. ഇനിയിപ്പോ എന്തായി? പണിക്കിറങ്ങിയാലോ? എനിക്ക് വയ്യ, തലവേദനയാ. ഇനി വെയിറ്റ് എങ്ങനെ തൂക്കും ഞാൻ? നീ കൺട്രാക്ട് വിളിക്കുമോ എന്തോ? എന്തൊക്കെ ജാടയാ അയാളെടുത്ത് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, ഞാനേ ചട്ടി എടുക്കാം. അല്ലേ വേണ്ട, നീ ചട്ടി എടു, ഞാൻ കരണ്ടി എടുക്കാം. തേപ്പുല കൂടെ എടുക്കണേ. ആ മുഴക്കോലും കൂടെ എടുത്തു. പണിക്ക് അതാ നല്ലത്. ചെറിയൊരു നടുവിന് പിടുത്തം. ഇത്രയും ദിവസം നടന്നതിന്റെ ആയിരിക്കുമല്ലേ. അണ്ണാച്ചക്ക് ഇന്ന് കൊടുക്കണം പലിശ. 500 രൂപ കിട്ടും എന്നാ പണിക്ക് പോയാ. ആദ്യം മേശിരി പണിക്കെടുക്കുമെന്ന് ചോദിക്കട്ടെ. നീ ഓടിക്കാറ് കാണിക്കാതെ അയാൾ ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയും.